അമേരിക്കയിൽ നിന്നും സൈനിക വിമാനത്തിൽ ഇങ്ങോട്ടേക്ക് വന്ന അല്ലെങ്കിൽ അമേരിക്ക നാടുകടത്തിയ ഇന്ത്യക്കാരെ ചോദ്യം ചെയ്യുകയാണ് ഇപ്പോൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ എങ്ങനെയാണ് അമേരിക്കയിലേക്ക് കടന്നത് എന്ന ചോദ്യം ചെയ്യലിനിടയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ നേരത്തെ ലിബിയയെ കുറിച്ചൊരു വാർത്ത ചെയ്തിരുന്നു. അതായത് ലിബിയയിൽ ബോട്ട് മറിഞ്ഞ് 27 ബംഗ്ലാദേശികളുടെ മൃതദേഹം അത് കടലിന്റെ നടുക്ക് ബോട്ട് മറിഞ്ഞു. 27 ബംഗ്ലാദേശിന്റെ മൃതദേഹം ഓരോ ദിവസവും 3ഉം 4ഉം വെച്ച് അഴുകി കരയ്ക്കടിയുകയാണ്. അത് ലിബിയ കൊണ്ട് സംസ്കരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അതിനിടെ ലിബിയ ഒരു കാര്യം പറഞ്ഞു. അതായത് ഇങ്ങോട്ടേക്ക് യൂറോപ്പിലേക്ക് കടക്കാനായി ആൾക്കാർ എത്തുന്നുണ്ട്. ലിബിയയിലേക്ക് ഗെയിം എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ബംഗ്ലാദേശിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ ലിബിയയിലേക്ക് ഗെയിമിന് പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിബിയയുടെ ഒരു തീരത്തെത്തി അവിടെ നിന്നും യൂറോപ്പിലേക്ക് കടക്കാനുള്ള പോക്കാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. കാരണം ലിബിയയിൽ നിന്ന് യൂറോപ്പിലേക്ക് കടക്കാൻ എളുപ്പമാണ്. സമാനമായ രീതിയിലാണ് നമ്മളെ നാണം കെടുത്തുന്ന രീതിയിൽ, അതായത് ഇന്ത്യക്കാരെ പൂർണ്ണമായും നാണം കെടുത്തുന്ന രീതിയിൽ ചില ഇന്ത്യക്കാർ അമേരിക്കയിലേക്ക് നുഴഞ്ഞു കയറാൻ പോയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനുഷ്യക്കടത്തുകാർക്ക് വൻതോതിൽ ഇവർ പണം നൽകിയിട്ടുണ്ട്. വൻതോതിൽ പണം നൽകി, അതായത് 45 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ നൽകി ബ്രസീൽ, കൊളംബിയ, പനാമ വഴി അനധികൃതമായി ജലയാത്ര നടത്തി. അതായത് ഇവർ മെക്സിക്കൻ കാടുകളിൽ എത്തുകയും ഇവർ അനധികൃതമായിട്ടാണ് ബോട്ട് യാത്ര നടത്തി മെക്സിക്കൻ കാടുകളിൽ എത്തുന്നത്. അങ്ങനെ മെക്സിക്കൻ കാടുകളിൽ എത്തുകയും അവിടുത്തെ ഉൾക്കാടുകളിൽ നിന്ന് 50 മുതൽ 70 കിലോമീറ്റർ വരെ കാട്ടിൽ നിന്ന് നടന്നാണ് ഇവർ നുഴഞ്ഞു കയറാനുള്ള ശ്രമം നടത്തുന്നത്, ബോർഡറിൽ എത്തി നുഴഞ്ഞു കയറുന്നത് എന്നുള്ളതാണ് ഇവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്. ഇങ്ങനെ വൻതോതിൽ പണം വാങ്ങി അമേരിക്കയിലേക്ക് അനധികൃത മനുഷ്യക്കടത്ത് നടത്തുന്ന ധാരാളം അന്താരാഷ്ട്ര കുറ്റവാളികളാണ് പിടിയിലായിരിക്കുന്നത് എന്നാണ് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലോകത്തിലുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിൽ നിന്നും ഇത്തരത്തിൽ മെക്സിക്കോ വഴി അമേരിക്കയിലേക്ക് കടത്ത് നടക്കുന്നുണ്ട്. ഇങ്ങനെ അമേരിക്കയിലേക്ക് കടത്ത് നടക്കുന്നതിൽ പല രാജ്യങ്ങളും, അമേരിക്ക തിരിച്ചുവിടുന്ന പല രാജ്യങ്ങളും അവരുടെ ഈ പൗരന്മാരെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. എന്നാൽ ഇന്ത്യ നമ്മുടെ പൗരന്മാരെ 2 കൈയും നീട്ടി സ്വീകരിക്കുകയാണ് ചെയ്തത്. കൊളംബോ പോലെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാർക്ക് സ്വീകരിക്കാൻ കഴിയാതെ പൗരന്മാരെ ഇങ്ങോട്ടേക്ക് വിമാനം ഇറക്കണ്ട എന്നാണ് യഥാർത്ഥത്തിൽ അമേരിക്കയോട് പറഞ്ഞത്. അങ്ങനെ കൊളംബോ പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അമേരിക്ക ഇവരെ കൊണ്ട് തുറുങ്കിൽ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും പറയുന്നുണ്ട് നരേന്ദ്രമോദിക്ക് നട്ടലില്ല. കാരണം നരേന്ദ്രമോദിക്ക് ട്രംപിനോട് ഒന്ന് പറഞ്ഞുകൂടെ, ഇന്ത്യൻ പൗരന്മാരെ ഇങ്ങോട്ടേക്ക് അയക്കരുത്, ഇങ്ങനെ അയക്കരുത് എന്നൊക്കെ പറഞ്ഞുകൂടെ എന്ന്. അതിൽ കൊളംബോയെ കണ്ടുപഠിക്കണം എന്നാണ് ചില ആൾക്കാർ, അതായത് ചില ബുദ്ധിജീവികളൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ കൊളംബോ അവരെ ഇങ്ങോട്ട് കയറ്റണ്ട എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് അമേരിക്ക ഇവരെ തുറുങ്കിൽ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആ പൗരന്മാരെ ഒരു രാജ്യത്തും എടുക്കാത്ത രീതിയിലായി മാറും. എന്തായാലും ഇതിന്റെ പേരിൽ കൊളംബിയ, മെക്സിക്കോ രാജ്യങ്ങളുമായി യു എസ് സർക്കാർ കടുത്ത നയതന്ത്ര യുദ്ധത്തിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. കാരണം മെക്സിക്കോ വഴിയാണ് അമേരിക്കയിലേക്ക് കൂടുതലും കുടിയേറ്റം വരുന്നത്. അതിന്റെ ബാക്കി പത്രമായിരുന്നു US മെക്സിക്കോയ്ക്ക് ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുകയും തുടർന്ന് റെസിപ്രോക്കൽ ആക്ഷനായി മെക്സിക്കോ, കൊളംബിയ ഒക്കെ US സൈനിക വിമാനത്തിന് എയർ സ്പേസിൽ പ്രവേശനം നിഷേധിച്ചതുമെല്ലാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വലിയൊരു ആഗോള പ്രശ്നത്തിന് തന്നെ തിരികൊളുത്തുന്ന ഒരു വിഷയത്തിന്റെ ഭാഗമാകാനാണ് ഇന്ത്യക്കാർ പോയത് എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന് തന്നെ വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു വിഷയമാണ്. പോരാത്തതിന് ഇപ്പോൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന ചില പഞ്ചാബികളടക്കം പറയുന്നത് ഞങ്ങൾ എങ്ങനെയാണ് അമേരിക്കയിലേക്ക് എത്തിയതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ മാതാപിതാക്കൾ വിചാരിച്ചിരിക്കുന്നത് ഇവർ ഇറ്റലിയിലാണ് എന്നാണ്. പക്ഷേ അവർ പറയുന്നത് ഞങ്ങൾ അമേരിക്കയിലേക്കാണ് പോയത്. അത് എങ്ങനെയാണ് ഇവർ അമേരിക്കയിലേക്ക് പോയത് എന്ന് മാതാപിതാക്കൾക്ക് അറിയില്ല, ഞങ്ങളുടെ മക്കൾ ഇറ്റലിയിലാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചതെന്നാണ് പറയുന്നത്. പോരാത്തതിന് വേറെ ചില പഞ്ചാബികൾ പറയുന്നത് ഞങ്ങൾ ഈ രാജ്യത്ത് നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല, ഞങ്ങളെ UK കൊണ്ടുപോകണം, അത് ഇന്ത്യൻ സർക്കാർ തന്നെ കൊണ്ടുപോകണം എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള അന്വേഷണം ഇവരെ കടത്തുന്ന മനുഷ്യക്കടത്തുകാർക്കെതിരെയും ഏജൻസികൾക്കെതിരെയും തുടങ്ങാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.